ഫണ്ടിംഗ് ടിപ്സിന്റെ ടു സ്റ്റെപ്പ് ഫ്ലെക്സ് അക്കൗണ്ടിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടാവുക. ഹിഡൻ ആയിട്ടുള്ള കുറച്ച് റൂൾസും കാര്യങ്ങളും കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. കുറച്ചധികം ലോട്ട് സൈസും കാര്യങ്ങളും യൂസ് ചെയ്ത് റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്യൂസ് ഉണ്ടാകാം. അതേപോലെ തന്നെ സ്വിംഗ് ട്രേഡിങ്ങിന്റെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നതിന്റെ ക്യാരി ഫോൾഡ് ചെയ്യുന്നതിന്റെ ഇഷ്യൂസും കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് റൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീപ്പായിട്ട് FAQലേക്ക് പോയിട്ട് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിനു മുമ്പ് നമ്മൾ ഫണ്ടിംഗ് ടിപ്സിന്റെ റിവ്യൂസും അക്കൗണ്ട് പർച്ചേസിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഇതില് ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതെല്ലാം നമ്മുടെ ആ ഒരു യൂട്യൂബ് ചാനലിലേക്ക് പോയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങൾ അക്കൗണ്ട് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ അഫിലിയേറ്റ് ലിങ്ക് വഴി നിങ്ങൾക്ക് അക്കൗണ്ടും കാര്യങ്ങളും പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങൾക്ക് ആ ഒരു ഡിസ്കൗണ്ടും കാര്യങ്ങളും മാക്സിമം എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ. അപ്പൊ ഇവിടെ വരുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫ്ലെക്സ് അക്കൗണ്ട് പുതുതായിട്ട് വന്ന ഈ ഒരു അക്കൗണ്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ടു സ്റ്റെപ്പിലാണ് വന്നിട്ടുള്ളത്. ടു സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാകുക ഈ വാല്യുവേഷൻ ഫേസിൽ രണ്ട് ഫേസുകളുള്ള ഫസ്റ്റ് സ്റ്റെപ്പിന് ടു സ്റ്റെപ്പ് ഉള്ള അക്കൗണ്ടുകളാണ് ടു സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക. ഈ ഒരു ടു സ്റ്റെപ്പിൽ തന്നെ 3 ടൈപ്പ് അക്കൗണ്ട് ആണ് ഇപ്പം കറന്റ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക. സ്റ്റാൻഡേർഡ്, ഫ്ലെക്സ്, പ്രോ. ഈ ഒരു ഫ്ലെക്സിലേക്ക് വരുന്ന സമയത്ത് ഫീസിന്റെ കാര്യം നിങ്ങൾക്ക് കുറവായിട്ടും മറ്റ് അഡ്വാൻറ്റേജ് ആയിട്ട് റിസ്കിന്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. സ്റ്റാൻഡേർഡും കാര്യങ്ങളൊന്നും ഞാൻ കൂടുതലായിട്ട് ഡിസ്കഷൻസോ കാര്യങ്ങളും ചെയ്യുന്നില്ല. ജസ്റ്റ് ആ ഒരു പ്രൈസ് ഡിഫറൻസ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ ഫ്ലെക്സിലേക്ക് പോക്കുകയാണെന്നുണ്ടെങ്കിൽ 10K എടുക്കാം. 10K ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ $59 ആണ് ഉള്ളത്. സ്റ്റാൻഡേർഡ് ആണെന്നുണ്ടെങ്കിൽ $63 ആണ് ഉള്ളത്. ഫ്ലെക്സ് അക്കൗണ്ടിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് മാക്സിമം 12% ആണ് ഡ്രോ ഡൗൺ ആയിട്ട് കിട്ടുന്നത്. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് 12% എന്നുള്ളത്. അതേപോലെ ഡെയിലി ലോസ് നമുക്ക് കുറവാണ്. 4% ആണ് കാണാൻ വേണ്ടി പറ്റുന്നത്. പ്രോഫിറ്റ് സ്പ്ലിറ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. 85%ഉം 95%. എങ്ങനെ 95% സ്പ്ലിറ്റ് നമുക്ക് ആഡ് ഓൺ ആയിട്ട് ഫ്രീ ആയിട്ട് എടുക്കാന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് നേരെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പ്രൈസിങ് നോക്കുന്ന സമയത്ത് ഫ്ലെക്സ് അക്കൗണ്ട് കുറച്ചും കൂടി കുറവാണ് നമുക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് അക്കൗണ്ട് നോക്കുന്ന സമയത്ത്. അതേപോലെ തന്നെ ഡ്രോ ഡൗണും കൂടുതലാണ്. ഇവിടെ എന്താണ് കുറവായിട്ടുള്ളത്? ഡെയിലി ലോസ് നമുക്ക് ഇവിടെ കുറവായിട്ടാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. 4% ആണ് കാണാൻ വേണ്ടി പറ്റുന്നത്. നേരെ FAQലേക്ക് പോയിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ ഒരു ഏരിയാസിൽ നിങ്ങൾ FAQലേക്ക് പോക്കുകയാണെങ്കിൽ ഹൗ ക്യാൻ ഐ കമ്പയർ അക്കൗണ്ട് ടൈപ്പ് എന്നുള്ള ആ ഒരു ഏരിയ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ബേസിക് ആയിട്ടുള്ള ഒരുപാട് കമ്പാരിസൺസും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ. ഇവിടെ ഏറ്റവും എനിക്ക് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇവാലുവേഷൻ ഫേസുകളിലും അതേപോലെ മാസ്റ്റർ അക്കൗണ്ടിലും റിസ്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഇവിടെ വന്നിട്ട് നോക്കി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ ടൈപ്പ് അക്കൗണ്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇവിടെ കമ്പാരിസൺസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ. നമുക്ക് സ്പെസിഫിക് ആയിട്ട് ആ ടു സ്റ്റെപ്പ് ഫ്ലെക്സ് അക്കൗണ്ടിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യം 12% മാക്സ് ലോസ് ലിമിറ്റ് ആണ്. സ്റ്റാറ്റിക് ഡ്രോ ഡൗൺ ആണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക. ഇവിടെ ട്രെയിലിംഗോ EOD ഡ്രോ ഡൗണോ ഒന്നും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ഇവിടെ നമുക്ക് അഡീഷണൽ ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞ ഒരു ഏരിയാസിലേക്ക് പോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ബ്രീച്ചിന്റെ കാര്യം. സോഫ്റ്റ് ബ്രീച്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ട് നഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഏതാണോ റൂൾ വയലേറ്റ് ചെയ്തിട്ടുള്ളത് അത് ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ നമ്മുടെ ആ ഒരു പ്രോഫിറ്റ് മാറാനുള്ള കട്ട് ചെയ്ത് മാറാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സംടൈംസ് നമുക്ക് ആ ഒരു വീക്കെൻഡ് ഹോൾഡ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഈ ഒരു അക്കൗണ്ടിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അതിന്റെ കാര്യം നമ്മൾ ആ ഒരു റൂൾസിൽ വായിക്കുന്നുണ്ടാവും. അപ്പൊ ആ ഒരു വീക്കെൻഡ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ആ ഒരു ഫ്രൈഡേ ആ ഒരു ലാസ്റ്റ് ക്ലോസർ ടൈമിൽ ഓട്ടോമാറ്റിക്കലി പൊസിഷൻസ് സ്ക്വയർ ഓഫ് ആകുന്ന രീതിയിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ജസ്റ്റ് ഒരു സോഫ്റ്റ് ബ്രീച്ച് ആണ്, അല്ലാതെ ഒരു മേജർ ബ്രീച്ചും കാര്യങ്ങളൊന്നുമല്ല. അങ്ങനെ ഒരു കാര്യം കൂടി എനിക്ക് ഫസ്റ്റ് പറയാൻ വേണ്ടി തോന്നി. നെക്സ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഒരു പ്രോഫിറ്റിന്റെ ഒരു പോളിസി ഒരു കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പ്രോഫിറ്റ് കൺസ്ട്രക്ഷൻ പോളിസി എന്ന് പറഞ്ഞിട്ട് ഇവാലുവേഷൻ ഫേസ് 25,000 ആൻഡ് എബോവ്, അതായത് 25,000നും അതിന്റെ മുകളിലുള്ള എല്ലാ അക്കൗണ്ടുകളിലും ഇത് ബാധകമാകുന്നുണ്ടാവും. എന്താണ് ഇത്? ഇത്രയേ ഉള്ളൂ സംഭവം. The profit construction policy bring more clarity and clear expression to how evaluation results are assessed. If a single trade area account for more than a 60% of the profit target, അതായത് നമ്മൾ ഇവാലുവേഷൻ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇവാലുവേഷനിലാണ് ഈ ഒരു കാര്യം വരുന്നുണ്ടാകുക. 25,000 അതിന്റെ മുകളിലുള്ള അക്കൗണ്ടുകളാണ് ഇത് അപ്ലിക്കബിൾ ആകുന്നുണ്ടാകുക. ഇത് നമുക്ക് എഫക്ട് ആകുന്നുണ്ടാകുക മാസ്റ്റർ അക്കൗണ്ടിലായിരിക്കും. ഓക്കെ. 60% ഓഫ് ദ പ്രോഫിറ്റ് ടാർഗറ്റ് എന്തിന്റെ, അതായത് ഒരു ട്രേഡ് ഐഡിയ തന്നെ നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് ടാർഗറ്റ് തന്നിട്ടുണ്ട്. നമുക്കൊരു 1000 ആണ് തന്നിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ടാർഗറ്റ് നമ്മൾ ഒറ്റ ട്രേഡിൽ തന്നെ $600 കൂടുതൽ, അതായത് 60% ആയല്ലോ $600 കൂടുതൽ ഉണ്ടാക്കലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും വരുന്നുണ്ടാകുക?
ഇൻ എനി ഇവാലുവേഷൻ ഫേസ് ദ മാസ്റ്റർ അക്കൗണ്ട് ക്രിയേറ്റ് ആഫ്റ്റർ പാസിംഗ് ആ ഒരു ഇവാലുവേഷൻ പാസ് ചെയ്തതിനു ശേഷം അത് ഒറ്റ ട്രേഡില് 60% നമ്മൾ പ്രോഫിറ്റ് ടാർഗറ്റിന്റെ കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ മാസ്റ്റർ അക്കൗണ്ടിലേക്ക് പോകാണെങ്കിൽ എന്തായാലും സംഭവിക്കുന്നുണ്ടാകുക വിൽ റിക്വയർ എ 4 മിനിമം പ്രോഫിറ്റബിൾ ഡേയ്സ് ബിഫോർ ഈച്ച് റിവാർഡ് ക്യാൻ ബി റിക്വസ്റ്റഡ്. ഓക്കെ, അവിടെ അങ്ങനെ ഒരു ക്രൈറ്റീരിയ കൂടി ആഡ് ആവുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ട്രേഡ് എടുക്കുന്നുണ്ട് എങ്കിൽ ഒറ്റൊരു ട്രേഡിൽ നിങ്ങൾ പ്രോഫിറ്റിന്റെ ഒരു 50% എല്ലാം അച്ചീവ് ചെയ്യേണ്ടത് നോക്കുക. അത് അവര് നമ്മളോട് പറയാതെ പറയുന്ന കാര്യം വെച്ചാൽ ഒരു കൺസിസ്റ്റൻസി എന്നുള്ള രീതിയിൽ ഒരു സംഭവം അവിടെ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം ട്രേഡിംഗ് ഡേയ്സ് അവിടെ അപ്ലിക്കബിൾ ആകുന്നുണ്ടാവും. എവിടെ? നമ്മുടെ മാസ്റ്റർ അക്കൗണ്ടില് ഫോർ മിനിമം പ്രോഫിറ്റ് ഡേയ്സ് ബിഫോർ ഈച്ച് റിവാർഡ് ക്യാൻ റിക്വസ്റ്റ്. അപ്പൊ ഈ മിനിമം പ്രോഫിറ്റബിൾ ഡേയ്സ് പറയുന്നുണ്ടാവും 0.5% ആയിരിക്കും ആ ഒരു മിനിമം പ്രോഫിറ്റബിളായിട്ട് കൗണ്ട് ഓൺ ചെയ്യുന്നുണ്ടാവും. വാട്ട് കൗണ്ട്സ് ആസ് എ ട്രേഡ് ഐഡിയ? എ ട്രേഡ് ഐഡിയ ഈസ് എ സിംഗിൾ ട്രേഡ് ഓർ മൾട്ടിപ്പിൾ പൊസിഷൻ ഓൺ ദ സെയിം ഇൻസ്ട്രുമെന്റ് ദ സെയിം ഡയറക്ഷൻ ഇൻക്ലൂഡിംഗ് എനി ന്യൂ പൊസിഷൻ ഓപ്പൺ വിത്ത് 10 minutes of a closing a losing trade. All these portion are grouped and assessed together then measured profit construction. അത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു പ്രോഫിറ്റ് മേക്ക് ചെയ്തിട്ടോ ലോസ് മേക്ക് ചെയ്തിട്ടോ ഒരു പൊസിഷൻ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും അങ്ങനെ ട്രേഡ് എടുക്കലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്ത് വീണ്ടും ഒരു 10 മിനിറ്റ്സിന്റെ അകത്ത് തന്നെ വീണ്ടും ഒരു ട്രേഡ് എടുത്തിട്ട് വീണ്ടും പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യലാണെന്നുണ്ടെങ്കിലും അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു 60% പ്രോഫിറ്റും കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ട്രേഡ് എടുത്തു, അതിൽ എനിക്ക് 50% 10% ആണ്, $1000 ആണ് ഒരു 10K അക്കൗണ്ട് എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് ഉണ്ടാക്കേണ്ടത്. അപ്പൊ $1000 50% ഞാൻ ഉണ്ടാക്കി അവിടെ നിർത്തി, $500 ഉണ്ടാക്കി. ആ ഒരു ട്രേഡ് ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ട്രേഡ് തന്നെ ഞാൻ വീണ്ടും ഓപ്പൺ ചെയ്ത ഒരു ട്രേഡില് വീണ്ടും ഞാനൊരു 20% എക്സ്ട്രാ ഒരു $200 കൂടി ഉണ്ടാക്കി എന്ന് വിചാരിക്കാം. ആ ട്രേഡ് ക്ലോസ് ചെയ്തിട്ട് 10 മിനിറ്റിന്റെ അകത്ത് തന്നെ ആ ഒരു ട്രേഡ് എടുത്തുകൊണ്ട് തന്നെ സിംഗിൾ ട്രേഡ് ആയിട്ടായിരിക്കും അത് കണക്ക് കൂട്ടുന്നുണ്ടാകുക. അപ്പൊ ഓവറോൾ പ്രോഫിറ്റ് നമുക്ക് 60% കൂടുതലായിട്ടായിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മാസ്റ്റർ അക്കൗണ്ടില് മിനിമം ട്രേഡിംഗ് ഡേയ്സ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതൊരു ഹിഡൻ റൂൾ ആണ്. കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു FAQ വന്നിട്ട് വീണ്ടും വീണ്ടും വായിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. എനിക്ക് കൺക്ലൂഷൻ ആയിട്ട് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ ആ ഒരു 60% മുകളിൽ പ്രോഫിറ്റ് ഉണ്ടാക്കലാണെന്നുണ്ടെങ്കിൽ മിനിമം ട്രേഡിംഗ് ഡേയ്സ് വരുന്നുണ്ടാവും. അത് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാം. നേരെ മറിച്ചിട്ട് നിങ്ങൾക്ക് അത് ആ ഒരു മിനിമം പ്രോഫിറ്റബിൾ ഡേയ്സ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ വന്നിട്ട് ആ ഒരു 50% എന്നുള്ള രീതിയിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്ത് അവിടെ നിർത്തുക, അല്ലെങ്കിൽ 55% എന്നുള്ള രീതിയിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്ത് നിർത്തുക. പ്രോഫിറ്റ് മേക്ക് ചെയ്ത് 10% ഉള്ളത് 1000 ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ 60% പറയുന്നുണ്ടാകുക $600 ആയിരിക്കും. അപ്പൊ അതിന്റെ ഒരു 50% വെച്ചിട്ടുണ്ടെങ്കിൽ $500 മേക്ക് ചെയ്ത് നിർത്താം. ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഓക്കെ, അതേപോലെ തന്നെ മിനിമം പ്രോഫിറ്റബിൾ ഡേയ്സ് ആസ് ദ മാസ്റ്റർ അക്കൗണ്ട്. അതായത് ഇവിടെ നമ്മളൊരു മിനിമം പ്രോഫിറ്റബിൾ ഡേയ്സ് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ എന്താണ് മിനിമം പ്രോഫിറ്റബിൾ ഡേയ്സ് കൊണ്ട് കൗണ്ട് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദ പോളിസി ഈസ് ട്രിഗേർഡ്, ആ ഒരു പോളിസി ആക്ടിവേറ്റ് ആയിട്ടുണ്ടെങ്കിൽ യുവർ മാസ്റ്റർ അക്കൗണ്ട് വിൽ റിക്കവർ ഫോർ മിനിമം പ്രോഫിറ്റബിൾ ഡേയ്സ്. ഓക്കെ, 4 ദിവസം വേണം നമുക്ക് ആ ഒരു പ്രോഫിറ്റബിൾ ആയിട്ട്. യു ക്യാൻ റിക്വസ്റ്റ് റിവാർഡ്, നമ്മൾ ആ ഒരു പ്രോഫിറ്റ് വിഡ്രോ ചെയ്യേണ്ട ആ ഒരു എനേബിൾ ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടിയിട്ട്. എ പ്രോഫിറ്റബിൾ ഡേ ഈസ് എ ട്രേഡിംഗ് ഡേ വേർ നെറ്റ് റിയലൈസ്ഡ് പ്രോഫിറ്റ് അറ്റ്ലീസ്റ്റ് 0.5%. ഇപ്പൊ ഒരു 10K അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 ദിവസം $50 വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ 4 മിനിമം പ്രോഫിറ്റബിൾ ഡേയ്സ് കൗണ്ട് ഓൺ ആവുള്ളൂ. ആ കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. Passing the evaluation is not affected. Triggering the 60% threshold does not fail the evaluation. You still pass normally. The policy is affected when you can request to reward the master account. ആ കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ ഇവാലുവേഷൻ ബ്രീച്ച് ആവും അങ്ങനത്തെ കാര്യങ്ങളൊന്നല്ല, ഒരു ആഡ് ഓൺ ആയിട്ടൊരു കാര്യം വരും. അതായത് നമ്മുടെ ഒന്നും കൂടി ചവിട്ടി താത്താനുള്ള ഒരു സംഭവം അവർക്ക് കൊടുക്കുന്ന രീതിയിലുള്ള സംഭവമാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആയിട്ട് ഒരു കാര്യമാണ് 60% പ്രോഫിറ്റ് എന്നുള്ള കാര്യം. വെറുതെ എന്തിനാണ് നമ്മൾ ആ ഒരു 4 ഡേയ്സ് എന്നുള്ള കാര്യം ആക്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്? ഓക്കെ, ഒരു കാര്യമില്ല. നമുക്കിപ്പോ 2 ഡേയ്സിൽ തന്നെ പ്രോഫിറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വിഡ്രോ എടുക്കാമല്ലോ. നമ്മൾ ആ ഒരു ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് സെക്യൂർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണല്ലോ. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് ആക്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ടില്ല. അപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു ട്രേഡിൽ തന്നെ 50% എല്ലാവരും ആ ഒരു 40% പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ ആ ഒരു 4 ഡേയ്സ് നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. വിച്ച് അക്കൗണ്ട് ആർ എഫക്റ്റഡ്? ദ പോളിസി അപ്ലൈ ന്യൂലി ക്രിയേറ്റ് ഇവാലുവേഷൻ അക്കൗണ്ട് 25,000 ആൻഡ് അബവ്. 25,000 മുകളിലുള്ള അക്കൗണ്ടുകളിലാണ് ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്.
ക്രിയേറ്റ് ഓൺ ആഫ്റ്റർ ജൂൺ 27, 2006. ഇന്നത്തെ ഡേറ്റ് പറയുകയാണെങ്കിൽ ജൂലൈ 11. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇപ്പൊ ജൂലൈ 11 ശേഷം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഈ ഒരു റൂൾ അപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. വലിയതായിട്ടുള്ള ഒരു റൂൾ ഒന്നല്ല, പക്ഷെ ശ്രദ്ധിക്കുക. കൂടുതലായിട്ട് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വിഡ്രോൾ സമയത്തായിരിക്കും നമുക്ക് ഡൗട്ട് വരുന്നുണ്ടാവാം. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇവാലുവേഷൻ അക്കൗണ്ട് ക്രിയേറ്റഡ് ബിഫോർ ജൂൺ 27, 2026 ആർ നോട്ട് സബ്ജക്ട് to the policy if you are currently in a phase 1 and pass after June 27. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് പോയിട്ട് വായിച്ചു നോക്കുക. കൂടുതലായിട്ട് കാര്യങ്ങൾ ഇനി അക്കൗണ്ട് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കാം. ഇപ്പൊ അക്കൗണ്ട് പർച്ചേസ് ചെയ്ത ആൾക്കാർ സ്ലോ ആയിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. ന്യൂസ് ട്രേഡിംഗ് ആൻഡ് വീക്കെൻഡ് ഹോൾസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോഫ്റ്റ് ബ്രീച്ച് പ്രോഫിറ്റ് റിമൂവ്ഡ് എന്തിന്റെ ക്രൈറ്റീരിയ ആണ്? വി യൂസ്ഡ് ഫോറക്സ് ഫാക്ടറി അവർ ഒഫീഷ്യൽ ന്യൂസ് സോഴ്സ്. ഹൈ ഇമ്പാക്ട് ഇവന്റ് ആൻഡ് സ്പീച്ചസ് ആർ ഹൈ ലേറ്റർ ഇൻ റെഡ്. യു ക്യാൻ ഓൾസോ ആക്സസ് ദ കലണ്ടർ ഡയറക്ട്ലി ത്രൂ യുവർ ഡാഷ്ബോർഡ്. നമുക്ക് ആ ഡാഷ്ബോർഡിലേക്ക് പോയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവാലുവേഷൻ സ്റ്റേജിൽ there are no restriction on holding trades during news even during either evaluation phase. You are free to manage your trades as you see fit. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പർപ്പസ്ലി നമ്മള് ട്രേഡിംഗ് ന്യൂസിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രൊഹിബിറ്റഡ് ആണെന്ന് അവർ പറയുന്നുണ്ട്. ഇത് അക്കൗണ്ട് ക്ലോസറിലേക്ക് വരെ എത്താൻ ചാൻസ് ഉണ്ട്. അതായത് ന്യൂസ് ട്രേഡ് ചെയ്തിട്ട് നമ്മൾ അക്കൗണ്ട് പാസ് ചെയ്യാനുള്ള അക്കൗണ്ട് പാസ് ചെയ്യാനുള്ള പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ അത് അക്കൗണ്ട് ക്ലോസറിലേക്ക് വരെ എത്താനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് എന്നാണ് അവർ നമ്മൾ പറയാതെ പറയുന്നത്. ഓക്കെ, വീക്കെൻഡ് ഹോൾസ് ആർ പെർമിറ്റഡ് ഡ്യൂറിംഗ് ഇവാലുവേഷൻ ഫേസ് വിത്ത് നോ റെസ്ട്രിക്ഷൻ. അപ്പൊ അവിടെ എടുത്ത് പറയുന്ന കാര്യം വെച്ചാൽ വീക്കെൻഡ് ഹോൾഡിംഗ്സ് നമുക്ക് ഇവാലുവേഷൻ ഫേസിൽ ഇഷ്യൂസ് ഇല്ല. പക്ഷെ മാസ്റ്റർ അക്കൗണ്ടിലേക്ക് പോക്കുകയാണെങ്കിൽ വീക്കെൻഡ് ഹോൾഡിംഗ്സ് ടെമ്പറലി നോട്ട് അലൗഡ് ആണ്. ഓക്കെ, എ ടെമ്പറലി ചേഞ്ച് ഇൻ എഫക്റ്റഡ് സിൻസ് 29 ജാനുവരി 2026. ഒരുപാട് റൂൾസും കാര്യങ്ങളെല്ലാം ചേഞ്ചസ് വന്നിട്ട് ഇപ്പൊ നിങ്ങൾ നോർമലി ട്രേഡ് ചെയ്യുന്ന നമുക്ക് ആ ഒരു മെസ്സേജ് കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് റൂൾസും കാര്യങ്ങളെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. ഹോൾഡിംഗ് ട്രേഡ്സ് ഓവർ ദ വീക്കെൻഡ് കറന്റ് നോട്ട് അലൗഡ്. ഇപ്പൊ നമുക്ക് ആ ഒരു മാസ്റ്റർ അക്കൗണ്ടില് 2 സ്റ്റെപ്പ് ഫ്ലെക്സ് മാസ്റ്റർ അക്കൗണ്ട്സുകളില് നമുക്ക് ആ ഒരു ട്രേഡ് വീക്കെൻഡ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. എൻഷുർ ഓൾ ട്രേഡ്സ് ആർ ക്ലോസ്ഡ് ബിഫോർ മാർക്കറ്റ് ക്ലോസ് ഫ്രൈഡേ. എനി ഓപ്പൺ ട്രേഡ്സ് വിൽ ബി ഓട്ടോമാറ്റിക്കലി ക്ലോസ്ഡ് ദ ബൈ ദ സിസ്റ്റം. ദിസ് ഈസ് നോട്ട് എ ഹാർഡ് ബ്രീച്ച്. അത് ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ കാര്യം. ഓട്ടോമാറ്റിക്കലി ട്രേഡ് ക്ലോസ് ആണുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ക്ലോസ് ആയിരിക്കും സോഫ്റ്റ് ബ്രീച്ച് ആയിട്ട് എടുക്കത്തുള്ളൂ. മെയിൻ ആയിട്ടുള്ള അക്കൗണ്ട് ബ്രീച്ചോ കാര്യങ്ങളല്ല. ഓക്കെ, യു ക്യാൻ ഹോൾഡ് ട്രേഡ്സ് ഡ്യൂറിംഗ് ദ ന്യൂസ് ഈവൻ ദ മാസ്റ്റർ അക്കൗണ്ട്. ഹവർ സ്പെസിഫിക് റൂൾസ് അപ്ലൈ ട്രേഡ്സ് ഓപ്പൺ ദ ക്ലോസ് ഹൈ ഇമ്പാക്ട് ന്യൂസ്. ഇവിടെ അടുത്ത കാര്യമുള്ളത് ന്യൂസിന്റെ ടൈമില് നമുക്ക് മാസ്റ്റർ അക്കൗണ്ടിൽ എങ്ങനെയാണ് ആ ഒരു പൊസിഷൻസ് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഇവാലുവേഷൻ നമുക്ക് വീക്കെൻഡിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ന്യൂസിന് എങ്ങനെ വേണമെങ്കിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ സ്പെസിഫിക് ആയിട്ട് ന്യൂസിന് മാത്രം ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. The 10 minutes restricted window. You cannot open or close a portion within 10 minutes window surrounding high impact news. അതായത് 5 minutes ബിഫോറും ആഫ്റ്ററും നമുക്ക് പറ്റത്തില്ല. ആ കാര്യം നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. എല്ലാവർക്കും അറിയായിരിക്കും ന്യൂസിന്റെ ആ റൂള്. നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ആ ഒരു 5 hours റൂളും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം നിങ്ങളൊരു ട്രേഡ് എടുക്കലാണ്, സ്വിംഗ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ന്യൂസ് വരുന്ന സമയത്ത് എല്ലാ ആൾക്കാർക്കും ഡൗട്ട് ഉണ്ടാവും ഈ ഒരു 10 മിനിറ്റ്സിന്റെ കാര്യം. നിങ്ങളുടെ പൊസിഷൻ ഓപ്പൺ ആയിട്ട് 5 മണിക്കൂർ മുന്നേ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ന്യൂസിന്റെ സമയത്ത് സ്റ്റോപ്പ് ലോസ് ആൻഡ് ടി പി ഏത് ഹിറ്റ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ഇഷ്യൂസ് ഇല്ല. ആ ഒരു പ്രോഫിറ്റ് ടേക്കൺ ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രോഫിറ്റ് ബുക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. പക്ഷെ നേരെ മറിച്ചിട്ട് നമ്മൾ ആ ഒരു 10 മിനിറ്റ്സ് മിനിറ്റ് അകത്ത് തന്നെ ട്രേഡ് പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഒരു പ്രോഫിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് മാറ്റുന്നുണ്ടാവും. അപ്പൊ ആ ഒരു 5 hours മുന്നേ ആണ് നിങ്ങൾ ആ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു 10 മിനിറ്റ്സിന്റെ അകത്ത് പ്രോഫിറ്റ് അച്ചീവ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോഫിറ്റ് കൗണ്ട് ചെയ്യുന്നുണ്ടാവും. നേരെ മറിച്ചിട്ട് മാസ്റ്റർ അക്കൗണ്ടിന്റെ കേസാണ് വരുന്നത്. ഇവാലുവേഷനിൽ നമുക്ക് ന്യൂസിന്റെ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നേരെ മറിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു 10 മിനിറ്റ്സിന്റെ അകത്താണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രോഫിറ്റ് കൗണ്ട് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, കുറച്ച് എക്സാംസും കാര്യങ്ങളും ഉണ്ട്. മെയിൻ ആയിട്ട് ഈ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ ഉള്ളത് വെച്ച് കഴിഞ്ഞാല് റിസ്ക് പെർ ട്രേഡ് ആണ് വരുന്നത്. ആ ഒരു റിസ്ക് പെർ ട്രേഡിന്റെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഇവിടെ എന്റെ എക്സാമ്പിളും കാര്യങ്ങളും കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ബിലോ 25K അക്കൗണ്ട് നോ റെസ്ട്രിക്ഷൻസ് ആണ് മാസ്റ്റർ അക്കൗണ്ടിൽ. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ലോട്ട്സും കാര്യങ്ങളും എടുത്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ 25K അക്കൗണ്ടിൽ 3% ഓഫ് ദ മാസ്റ്റർ അക്കൗണ്ട് സൈസ് മാക്സിമം നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ കാണിക്കുന്നുണ്ട്. 25K അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം $750 ആയിരിക്കും പെർ ട്രേഡ്. നിങ്ങൾക്ക് മാക്സിമം റിസ്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് ബ്രീച്ചിലേക്ക് ആയിരിക്കും എത്തുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ മാക്സിമം 2% വെച്ചിട്ട് ട്രേഡ് ചെയ്യുക. ഇൻകേസ് എന്തെങ്കിലും സ്പ്രെഡ് എങ്ങാനും മാറ്റി നോർമലി 1% കൂടുതൽ സ്പ്രെഡ് എല്ലാം എടുക്കാറുണ്ട്. അപ്പൊ ഒരു 2% എല്ലാം എടുക്കാൻ വേണ്ടി നോക്കുക റിസ്ക്. നെക്സ്റ്റ് 100K അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ 2% മാക്സിമം റിസ്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ റെഡ് നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ,
കുറെ എക്സാമ്പിളും കാര്യം കൊടുത്തിട്ടുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 25K താഴെയാണെന്നുണ്ടെങ്കിൽ മാസ്റ്റർ അക്കൗണ്ട് നിങ്ങൾക്ക് പെർസെന്റേജ് ഇഷ്യൂസ് ഇല്ല. പക്ഷെ 25K അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ 3% നിങ്ങൾക്ക് റിസ്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന്റെ മുകളിലോട്ടുള്ള അക്കൗണ്ടിൽ 50K ഐ തിങ്ക് ഇല്ല, ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഐ തിങ്ക് 50K അക്കൗണ്ടിൽ പറ്റില്ല എന്ന് തോന്നുന്നു. 50K അക്കൗണ്ടിൽ 2% സംതിങ് തന്നെയാണ് തോന്നുന്നു. ഇവിടെ കാണുന്നില്ല, ഞാൻ ലാസ്റ്റ് മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നിങ്ങളെ ഒരു ന്യൂസ് ട്രേഡിങ്ങിന്റെ കാര്യം, അതേപോലെ തന്നെ നെക്സ്റ്റ് ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീക്കെൻഡ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈ ഒരു റിസ്ക് പെർ ട്രേഡ് ഐഡിയ നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ആ ഒരു 60% പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ആ ഒരു 4 മിനിമം ട്രേഡിംഗ് ഡേയ്സ് വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമുക്കൊന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കാം. ഞാൻ ഓൾമോസ്റ്റ് എല്ലാം വായിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. പിന്നെ ആ ഒരു പ്രോഫിറ്റ് സ്പ്ലിറ്റിന്റെ കാര്യം കൂടിയുണ്ട്, ഞാൻ അത് ഒന്ന് ഹൈലൈറ്റ് ചെയ്തുതരാം. റിവാർഡ്സിൽ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ റിവാർഡ്സിലേക്ക് വരുത്താണെന്നുണ്ടെങ്കിൽ മിനിമം നമുക്ക് 1% ഉണ്ടെങ്കിൽ വിഡ്രോസും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നെക്സ്റ്റ് നമുക്ക് ആ ഒരു 4 ഡേയ്സ് മിനിമം ആക്ടിവേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നോക്കാൻ വേണ്ടി പറ്റുന്ന എത്രയായിരിക്കും, അറ്റ്ലീസ്റ്റ് കുറച്ച് പ്രോഫിറ്റും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വിഡ്രോസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ 1% ആകുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ വിഡ്രോസും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടി പറ്റും. ആ ഒരു സൈക്കിൾ കൂടി നോക്കേണ്ടതായിട്ടുണ്ട്, PI വീക്ക്ലി എന്നുള്ള സംഭവം. ഓക്കെ, അതേപോലെ വേറൊരു കാര്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു 85% 95% സ്പ്ലിറ്റിന്റെ കാര്യം കൂടി ഉണ്ട്. ഞാൻ ഇവിടെ വായിക്കുന്നില്ല, അല്ലാതെ ഇങ്ങനെ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു അക്കൗണ്ട് പർച്ചേസ് ചെയ്ത് വളരെ ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങൾ ആ ഒരു അക്കൗണ്ട് പാസ് ചെയ്തെടുക്കലാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് തന്നെ അക്കൗണ്ട് പാസ് ചെയ്തെടുക്കലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലി ഉള്ള 85% സ്പ്ലിറ്റ് കിട്ടുന്നുണ്ടാവും. നേരെ മറിച്ചിട്ട് 95% സ്പ്ലിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നിങ്ങൾ 3 ഡേയ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 3 ഡേയ്സ് പ്രോഫിറ്റബിൾ ആയിട്ട് 0.5% വെച്ചിട്ട് 3 ഡേയ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു അക്കൗണ്ട് പാസ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ, വാല്യൂഷൻ പാസ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ മാസ്റ്റർ അക്കൗണ്ട് നിങ്ങൾക്ക് 95% നിങ്ങൾക്ക് വിഡ്രോസും കാര്യങ്ങളും കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും ആ ഒരു കാര്യം, നിങ്ങൾ അത് വായിച്ചു നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. യു ഓൾസോ നീഡ് 3 പ്രോഫിറ്റബിൾ ഡേയ്സ് ഇൻ ദ സൈക്കിൾ പ്രോഫിറ്റ് സെയിം സംഭവം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ട്രേഡിംഗ് കണ്ടീഷൻസ് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീക്കെൻഡ് ഹോൾഡ്സിന് അലൗഡ് ആയിട്ട് വരുന്നില്ല. അതേപോലെ തന്നെ ഡൈനാമിക് ലിവറേജ് എന്നുള്ള കാര്യം കൂടി അപ്ലിക്കബിൾ ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് വായിച്ചു നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നെക്സ്റ്റ് തിങ്, നമുക്ക് ആ ഒരു സ്വാപ്പ് ഫ്രീ ആയിട്ടുള്ള നമ്മളിപ്പോ സിം ട്രേഡും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാപ്പ് അപ്ലിക്കബിൾ ആകുന്നുണ്ടാവും. അത് MT5 പറ്റുന്നുണ്ടാകുക. മറ്റ് നമുക്ക് ആ ഒരു സീ ട്രേഡിൽ മാച്ച് ട്രേഡിലും അവൈലബിൾ ആയിരിക്കില്ല. അതേപോലെ തന്നെ ഫോറക്സും മെറ്റലിലും മാത്രം, ഗോൾഡിലും അതേപോലെ കറൻസി പെയറുകളിലായിരിക്കും അപ്ലിക്കബിൾ ആകുന്നുണ്ടാകുക. ഓക്കെ, കമ്മീഷൻസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഫോറക്സിൽ 5 പെർ ലോട്ട് ആണ്. ഓക്കെ, സ്വാപ്പും കാര്യങ്ങളും ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്ന സ്വാപ്പ് കുറച്ച് ഹൈ ആണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. റിവാർഡ് സെക്ഷനിലേക്കും അതേപോലെ തന്നെ ഈ ഒരു അക്കൗണ്ട് വയലേഷൻസിന്റെ കാര്യത്തിലേക്കെല്ലാം പോയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അഡീഷണൽ ഗൈഡ് ലൈൻസ് നിങ്ങൾ എന്തായാലും പോയിട്ട് വായിച്ച് നോക്കുക. വേറെ എന്ത് വായിച്ചു നോക്കിയാലും അഡീഷണൽ ഗൈഡ് ലൈൻസും നിങ്ങൾ വായിച്ചു നോക്കേണ്ടതായിട്ടുണ്ട്. വാല്യുവേഷൻ ഫേസിൽ നോർമലി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾ അതേപോലെ തന്നെ ചൂസ് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ട് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അക്കൗണ്ട് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അവിടെ പോയി നിങ്ങൾക്ക് പർച്ചേസും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ ചാനൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി നോക്കാം. എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.